പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ആവേശത്തോടെ ഉയർത്തിയ പ്രശ്നങ്ങളിലൊക്കെ ഭരണത്തിലിരിക്കുമ്പോൾ സൗകര്യപൂർവ്വം യു ടേൺ ചെയ്യുകയാണ് വി ഡി സതീശൻ സർക്കാർ. PM ശ്രീ, മദ്യനികുതിയിലെ വെട്ടിക്കുറക്കൽ, കരിമണൽ ഖനനം, പ്രതിയുടെ അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ചത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഈ യു ടേൺ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മാധ്യമമായ സോഷ്യൽ മീഡിയ, അതിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ശക്തമായ വിമർശനം വി ഡി സതീശൻ സർക്കാർ നേരിടേണ്ടി വരികയാണ്. സോഷ്യൽ മീഡിയയിൽ തെളിവുകൾ സഹിതമാണ് സർക്കാരിൻ്റെ നയങ്ങളെയും നിലപാടുകളെയും വിമർശിക്കുന്നത്. കോൺഗ്രസ് BJP ഡീൽ ഇന്നൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇതെല്ലാം ഉദാഹരണ സഹിതമാണ് സോഷ്യൽ മീഡിയയിലൂടെ വിവിധ വ്യക്തികൾ അവരുടെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ UDF സർക്കാരിൻ്റെ ബ്ലേഡ് പോലീസ് നവമാധ്യമങ്ങൾക്ക് നേരെ ബ്ലേഡ് വെക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം. പോലീസിനെ ഉപയോഗിച്ചും മെറ്റയെ ഉപയോഗിച്ചുമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നത്. ഒന്ന് കേസെടുത്തുകൊണ്ടും മറ്റൊന്ന് IT ആക്ടിലെ 79(3)B പ്രകാരം പോലീസ് മെറ്റയ്ക്ക് എഴുതിയും സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലുള്ള സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ ആകെ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങൾ മാധ്യമങ്ങളെയും നീക്കം ചെയ്യാൻ വി ഡി സതീശൻ സർക്കാർ പരിശ്രമിച്ചുകൂടായികയില്ല. ഇന്ന് അടിയന്തരാവസ്ഥ ദിനമാണ്. 51 വർഷം മുമ്പ് ജനാധിപത്യത്തെ അറുങ്കൊല ചെയ്തുകൊണ്ട് നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കോൺഗ്രസ് നടപ്പാക്കിയതായിരുന്നു അടിയന്തരാവസ്ഥ. അന്ന് ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെട്ടത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമെന്ന മൗലിക അവകാശത്തെയാണ്. പ്രബീർ പുർക്കാസ്തായ ഓൺലൈൻ മാധ്യമ മേഖലയിൽ ഫലപ്രദമായി ഇടപെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കേന്ദ്ര BJP സർക്കാരിനെ വിമർശിച്ചപ്പോൾ ജയിലിലടച്ചു. സുപ്രീം കോടതി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം സുപ്രധാനമായ വിധിയിലൂടെ പറഞ്ഞു, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്, അത് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. വിമർശനങ്ങളെ ഭയപ്പെടുന്ന 2 പേർ, ഒന്ന് പ്രധാനമന്ത്രിയും മറ്റൊന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ്. അടിയന്തരാവസ്ഥ ദിനത്തിൽ തന്നെ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ തുറന്നു കാട്ടേണ്ടത് ഈ നാടിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് നേരത്തെ ഊതിപ്പെരുപ്പിച്ച ബലൂൺ പോലെ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കേരളീയ സമൂഹത്തിൽ ഒരു ചിത്രമുണ്ടാക്കി. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരെ വിപരീതമാണ് സ്വീകരിക്കുന്ന നിലപാടുകൾ. ഓരോന്നായി തൊലി ഉരിച്ച് തുറന്ന് കാട്ടുന്ന വിമർശന ശരങ്ങളാണിത്.